അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സമൂസയാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. മൈദ മാവോ ഗോതമ്പ് മാവോ ഒന്നും ഇല്ലാതെയാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ആദ്യമായിട്ട് കാണുന്ന ഒരാളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഒരു ലൈക്കും തരണേ. ചൂടാകുമ്പോഴത്തേക്കും അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ടേബിൾ സ്പൂൺ മാത്രം മതി. ഇതിൽ ചെറിയൊരു കഷ്ണം ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി, കൂടുതൽ ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ നല്ലവണ്ണം സോഫ്റ്റായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ള ചെറിയൊരു കഷ്ണം ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് മുറിച്ചിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചെറിയൊരു കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ബ്രസ്റ്റ് ഇല്ലെങ്കിൽ എല്ലില്ലാത്ത ഭാഗം മാത്രം എടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് ഒരു 2 മിനിറ്റ് വരെ ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. അതിലോട്ട് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാനുണ്ട്. അതിനായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി ചതച്ച പേസ്റ്റാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കിത് അതിലോട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം ചേർക്കാം. നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങി വരുന്നതാണ്. ഒന്നും കൂടി മിക്സാക്കിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. 1 മിനിറ്റ് അങ്ങനെ തന്നെ മൂടി വെച്ച് കൊടുക്കാം. ഇതൊന്ന് തുറന്ന് നോക്കാം. ചിക്കനിലൊക്കെ വെള്ളം വന്നിട്ട് നല്ലവണ്ണം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇങ്ങനത്തെ ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. ചിക്കൻ്റെ പീസൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വളരെ സോഫ്റ്റ് ആയിട്ട് നേരം നല്ലവണ്ണം ഉടഞ്ഞ് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്കിതിലോട്ട് കുറച്ച് സോയ സോസ് ഉണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കാം. കയ്യിലുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നിർബന്ധമൊന്നും ഇല്ല. ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ കുറച്ച് പുതിന, അതിൻ്റെ ഉണങ്ങിയ പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങളതിൽ ഫ്രഷ് ഉണ്ടെങ്കിൽ ഫ്രഷ് ചേർക്കാം, ഇല്ലെങ്കിൽ മല്ലിയില ചേർക്കാം. ഞാനിത് ഉണ്ടായതുകൊണ്ട് ചേർക്കുന്നേ ഉള്ളൂ. നല്ലൊരു ഫ്ലേവറാണ് പുതിന ചേർക്കുമ്പോൾ. അപ്പോൾ ഒന്നും കൂടി നമുക്ക് മിക്സാക്കി കൊടുക്കാം. ചിക്കനെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മൊസറല്ല ചീസ് ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നല്ലോണം മെൽറ്റ് ആകുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഈ ചീസ് ഇല്ലെങ്കിൽ ഏത് ചീസാണോ ഉള്ളത് അത് ഇട്ട് കൊടുത്താൽ, മറ്റേ ബർഗറിൻ്റെ അകത്തൊക്കെ വെക്കുന്ന ചീസ് ഉണ്ടാവുമല്ലോ, ഷീറ്റ്, അത് ഇട്ട് കൊടുത്താലും മതി. അത് 2 ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് നമുക്കിതൊന്ന് ഡ്രൈ ആക്കിയിട്ട് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ചീസൊക്കെ ഒന്ന് മെൽറ്റ് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അത് ചൂടാകുമ്പോഴത്തേക്കും അതിലിട്ട് 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ലവണ്ണം ചൂടായതിന് ശേഷം 1/2 ടീസ്പൂണ് ചതച്ച മുളക് ചേർക്കാം. ഇതെല്ലാം നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് തിളക്കാൻ അനുവദിക്കാം. അങ്ങനെ ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ഇതിലോട്ട് 1 കപ്പ് റവ ചേർക്കുന്നുണ്ട്. എന്നിട്ട് തീ ഒന്ന് കുറച്ച് കൊടുക്കുക. നല്ലവണ്ണം മിക്സാക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയ തീയാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇതേപോലെ ഇപ്പോൾ കട്ടയായി തുടങ്ങുന്നുണ്ട്. ഇനി പാനിൽ നിന്ന് വിട്ട് വരുമ്പോൾ നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അതുകൊണ്ട് നല്ലവണ്ണം ഒന്ന് കുഴച്ചിട്ട് ഇതേപോലെ റോളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പകുതിയാക്കാം. എന്നിട്ട് നമുക്കിതിനെ നല്ലവണ്ണം ഒന്ന് പരത്തിയെടുക്കാം. ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് 4 സൈഡും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു സ്ക്വയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മസാല ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നടുക്കായിട്ട് എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഇതേപോലെ നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്താൽ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടുന്നതാണ്. 4 സൈഡിൽ നിന്നും ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ സൈഡിലെല്ലാം ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം കൂടി ഇതേപോലെ ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ ഇപ്പം ഞാനിതെല്ലാം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ്. അതിലോട്ട് കുറച്ച് മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടിയിട്ട് നല്ലവണ്ണം ഒന്ന് കലക്കിയെടുക്കാം. ഇതിൽ ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. നേരത്തെ മസാലയിലേക്ക് നല്ലവണ്ണം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഞാൻ ഉപ്പ് ചേർക്കാതെയാണ് ഇപ്പോൾ ഇവിടെ ഞാൻ ഇത് തയ്യാറാക്കുന്നുള്ളത്. കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് വരാം. ഇപ്പോൾ ഇത്ര ജ്യൂസിലാണ് ഇത് വേണ്ടത്. ഇപ്പോൾ നല്ലവണ്ണം ചൂടായിട്ട് വരുന്നുണ്ട്. അതിലോട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുള്ള ഈ സമൂസ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ അടുത്തതും ഇതേപോലെ ചെയ്തെടുക്കാം.
വശം ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ചും മറിച്ച് വിട്ടിട്ട് അങ്ങനെ ഗോൾഡൻ കളറാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം കൂടി ഇതേപോലെ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു രുചിയായിരിക്കും. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.